മീൻ വറുക്കുന്ന അതേ രുചിയിലൊരു കോവയ്ക്ക വറുത്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. കനം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് പ്രത്യേകം നോക്കി ശ്രദ്ധിച്ച് വേണം മുറിച്ചെടുക്കാൻ. അപ്പോൾ ഈ കാണുന്ന പരുവത്തിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, ലേശം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കോവയ്ക്ക തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളവും ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ കോവയ്ക്കയുടെ നിരത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 5 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചെറിയുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഉള്ളി ചതച്ചത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു സൈഡ് പാകാകുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മസാല കരിയാതെ ചെറുതീയിൽ വേണം വറുത്തെടുക്കാൻ. മറ്റേ സൈഡും കൂടി പാകാകുമ്പോൾ നമ്മൾ വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ എല്ലാ കോവയ്ക്കും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് ചോറിൻ്റെ ഒപ്പം ഈ വറുത്ത കോവയ്ക്ക കഴിക്കാൻ എന്ത് രസമാണെന്നറിയാം. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. കഴിക്കാത്തവരെല്ലാവരും കഴിച്ചു കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഓക്കെ, ബൈ.